ഞമ്മേന്റെ പള്ളി ഞങ്ങളുടെ ക്ഷേത്രമാണ്. ആ ഈ പഹയന്മാരെ നമ്മള് കൊല്ലത്തിൽ വരുന്നതിന് ഒരു കാര്യമില്ല. ആ ഞമ്മേന്റെ പള്ളി അല്ല, ഇത് ഞങ്ങളുടെ ക്ഷേത്രം. നമ്മളെ പഹയനെന്ന് പറഞ്ഞാല് അവിടെ അടക്ക കച്ചവടം ഇതെല്ലാം ആക്കാൻ വിട്ടിട്ട് ആ പഹയന്ന് കുറെ പൈസ നമ്മളെ തോപ്പിച്ചു. താങ്കൾക്ക് പൈസ തരാനുണ്ട് ആ പഹയ. ഞമ്മ പോയിട്ട് ഒരു ഉത്സവത്തിന് 4 ആള് കൂടുന്നതിന്റെ നടുക്ക് നിന്ന് അശ്ലീലമൊക്കെ പറയാമോ? കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ കുറിച്ചൊക്കെ അറിവുള്ളവരാണെങ്കിൽ പോലും ഈ ചോദ്യം കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആരുമൊന്ന് നെറ്റി ചുളിച്ചേക്കാം. എന്നാൽ ഇതിനുള്ള ഉത്തരം പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം നൽകും. മറ്റിടങ്ങളിൽ പൂരക്കളിയും മറുത്തുകളിയുമൊക്കെ കാവുകളെ സമ്പന്നമാക്കുമ്പോൾ ഹാസ്യാത്മകമായ അശ്ലീല സംഭാഷണങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നിറഞ്ഞ പൊറാട്ട് നാടകങ്ങളാണ് ഇവിടുത്തെ പൂരാഘോഷത്തെ വ്യത്യസ്തമാക്കുന്നത്. ചാലിയ സമുദായത്തെ ഉൾക്കൊള്ളുന്ന ആചാര പൊറാട്ടുകളിലൂടെയാണ് ചടങ്ങിന്റെ തുടക്കം. ഇതിൽ തന്ത്രിവര്യന്മാരെയും ഈഴവ സമുദായത്തെയും സവർണ സമുദായത്തെയുമെല്ലാം ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. എന്തിന് മുസ്ലിം കഥാപാത്രങ്ങൾ വരെ പൊറാട്ടിലൂടെ വേദിയിലെത്തും. അടക്ക കച്ചവടത്തിന് വിട്ട് ആ പഹയനായി അടക്കയിൽ പെരുത്ത് സമ്പാദിച്ചു. അടക്കയില് പൊന്തിയിട്ടാകുമ്പോ ഈ പഹയനായി കുറിച്ച് കച്ചവടം നടത്തും. അടക്കയില് പൊന്തി കുറിച്ചിരുത്താണ്. പെട്ടെന്ന് ഞമ്മന്റെ വീടിറക്ക് സൂക്കേട്. ഞമ്മ പോയി ലോക്കട്ടറെ കൂട്ടിക്കൊണ്ട് ലോക്കട്ടർ പറയുന്ന തുണി ഒന്ന് പൊന്തിക്കലാണ് ലോക്കട്ടർ ഒന്ന് കാണിക്കുന്നു. അല്ല പറയാ ഇത് ഞമ്മന്റെ ജനലിന് കെട്ടിയ ഈ പഹയം പറയുന്നു. അല്ല തുണി നമ്മളെ വീടിനെ തുണിയെല്ലാം മനസ്സിലായി. അങ്ങനെ ഞമ്മന്റെ വീടിനെ പരിശോധിച്ചിട്ട് ഡോക്ടർ പോയി ചെയ്തു. പെട്ടെന്ന് ഞമ്മക്ക് പൊറാട്ടിലൂടെ എത്ര കളിയാക്കിയാലും ഇതിനെ ചൊല്ലി പിന്നീടൊരു പ്രശ്നവും ഉണ്ടാവാറില്ലെന്നതാണ് പ്രത്യേകത. സമുദായത്തിലെയും സമൂഹത്തിലെയും അനാചാരങ്ങളെയും അനീതികളെയും പച്ചയായി തുറന്നുകാട്ടുന്ന ഒരനുഷ്ഠാന കലയായാണ് ആചാരപ്പൊറാട്ടിനെ കാണുന്നതെന്നതാണ് ഇതിന് കാരണം. കിരാതമൂർത്തി ആരാധനാമൂർത്തി സമ്പ്രദായമുള്ളതിനാൽ ശിവസങ്കല്പത്തെക്കുറിച്ചുള്ള ഒരുപാട് ആചാരങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട്. കൂടാതെ അട്ടക്കുടം പോതി, അയ്യക്കപ്പോതി തുടങ്ങിയ ഹാസ്യാത്മക ചടങ്ങുകൾ പൂർത്തിയാക്കി തിടമ്പ് നൃത്തത്തിന് ശേഷമാണ് പൂരാഘോഷം അവസാനിക്കുക. ഇതിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ഈ ക്ഷേത്രം നിലകൊള്ളുന്ന ശാലിയ സമുദായത്തിനെ സംബന്ധിച്ചാണ്. ശാലിയ സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ക്ഷേത്രത്തിനകത്തുള്ള സമുദായത്തിനകത്തുള്ള അനീതികളെ, അനാചാരങ്ങളെ, വേണ്ടായ്മകളെയൊക്കെ പച്ചയായി തുറന്നു കാട്ടുന്ന ഒരു ശാലിയ പൊറാട്ടാണ് ആദ്യ ദിവസം ഉണ്ടാവുക. ആദ്യം തന്നെ വരിക. അതിനുശേഷം വിവിധ സമുദായങ്ങളെ പ്രതിനിധീകരിച്ച് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള വിവിധ സമുദായങ്ങളെയും വ്യക്തികളെയൊക്കെ പ്രതിനിധീകരിച്ചിട്ടുള്ള പൊറാട്ടുകളുണ്ട്. തന്ത്രി വര്യനെ കുറിച്ചിട്ടുള്ള പൊറാട്ടുണ്ട്. തന്ത്രിയിലുള്ള വേണ്ടായ്മകളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പൊറാട്ടുകളുണ്ട്. പട്ടന്മാരുടെ, അതായത് സവർണ ജാതിക്കാരെ തുറന്ന് കാണിക്കുന്ന പൊറാട്ടുകളുണ്ട്. അങ്ങനെ താഴ്ന്ന ഈഴവ സമുദായത്തിൻ്റെ പൊറാട്ടുകളുണ്ട്. അങ്ങനെ എല്ലാ സമുദായങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പൊറാട്ടുകൾ ഇവിടെ നടക്കാറുണ്ട്. പക്ഷേ അതൊന്നും തന്നെ എല്ലൊക്കെ ആക്ഷേപഹാസ്യമായി അവതരിപ്പിക്കുക എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് പിന്നീടൊരു വാക്കോ വർത്താനോ കുഴപ്പങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാകാറില്ല. വാഴച്ചാൻ, കേളിപാത്രം, മുരുടൻ പൊറാട്ട തുടങ്ങിയവയാണ് മറ്റുള്ളവ. ശിവന്റെ കാട്ടാള വേഷത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് വാഴച്ചാന്റെ അവതരണം. യഥാർത്ഥത്തിൽ ഭദ്രകാളി സങ്കല്പത്തിലായിരുന്നു തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം. അതുകൊണ്ടുതന്നെ ഈ ആചാരത്തിന് കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധമുണ്ടായേക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. ബക്കീന്റെ പുല്ലും ബക്കീന്റെ ഉമ്മാന്റെ പുല്ലും ബക്കീന്റെ കാല് കൊടുത്ത പുല്ലും മൊത്തത്തിൽ കച്ചവടാക്കാൻ. എന്റെ പേര് ബക്കി. അങ്ങനെ എനിക്ക് കൈപ്പാടിന്റെ പറയാം. ETV ഭാരത്, കണ്ണൂർ.